ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വറുത്തരച്ച തക്കാളിയുള്ളിയും തീയലാണ്. അതിനായി ആദ്യമേ തന്നെ 4 വലിയ തക്കാളി എടുത്ത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു വച്ചിട്ടുണ്ട്. പിന്നെ ഇതിനായിട്ട് ചെറിയുള്ളി അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്, ഇതുപോലെ അരിഞ്ഞു വച്ചിരിക്കുന്നതാണ്. ഇതും അരിഞ്ഞതിന് ശേഷം 1 കപ്പ് നിറയെ ഉണ്ട്. ആ ഒരു രീതിക്കാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് പകരം സവാള എടുക്കാം, പക്ഷേ ചെറിയുള്ളി ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഇനി വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടിനായിട്ട് 1 കപ്പ് നിറയെ തേങ്ങ എടുക്കണം. ഒരു ചെറിയ കഷ്ണം പട്ട എടുക്കണം, 2 ഏലക്ക, 1 തക്കോലം, 4 ഗ്രാമ്പു, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം. ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഇത്രയും വഴറ്റി കഴിയുമ്പോഴേക്കും നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3/4 ടീസ്പൂൺ സാധാരണ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ചേർത്ത് ഇതിന്റെ പച്ചമണം മാറ്റണം. ഇത്രയും മതി. ഇനി ഇത് തണുക്കുമ്പോൾ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കണം. ചട്ടി ചൂടാക്കി ഇനി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണ. എണ്ണ ചൂടാകുമ്പോഴേക്കും 1 ടീസ്പൂൺ കടുക് കൂടി ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടുമ്പോഴേക്കും കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് നല്ലപോലെ വഴറ്റാം. ഇത്രയും ആവുമ്പോഴേക്കും നമുക്കിനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. ഈ ഒരു സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 3/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർക്കാം. തക്കാളി ഒരുപാട് ഉടഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. ആ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്ക് കൂട്ട് ചേർത്ത് കൊടുക്കാം, അരച്ചു മാറ്റി വെച്ച കൂട്ട്. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു സമയം നമുക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1.5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളപ്പിക്കണം. ഈ ഒരു സമയം നിങ്ങൾക്ക് ഉപ്പൊക്കെ നോക്കിയിട്ട് വീണ്ടും ഇടാം. നമ്മളിപ്പോൾ നോക്കിയിട്ട് ഒരു 1/4 ടീസ്പൂൺ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. മസാല കുറവാണെങ്കിൽ ഈ സമയത്ത് ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ കറി നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരുന്ന് നല്ലപോലെ കുറുവും. നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ഉള്ളി വറുത്തരച്ച തീയൽ റെഡി. അപ്പോൾ എല്ലാവരും ഈ തീയലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്